ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഏറ്റവും വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡലാണ് ഇത്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. സോ ദ മെയിൻ പോയിന്റ്സ് ഓഫ് ദിസ് തിയറി ആർ ദി ഫോളോവിങ്. First, plasma membrane is a semi-fluid structure with a mosaic molecular arrangement. ഇത് ഒരു സെമി ഫ്ലൂയിഡ് ആണ് ഇവയുടെ നേച്ചർ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അവർക്ക് കുറച്ച് മോളിക്യൂൾസ് മൊസൈക്ക് പോലെയുള്ള മോളിക്യൂൾസ് ഒരു ലിക്വിഡ് സർഫസിൽ കൂടി മൂവ് ചെയ്യുന്നതായിട്ട് തോന്നി. മൂവിങ് ഉണ്ട് മോളിക്യൂൾസ്. ഇതിലെ പ്രോട്ടീൻസ് ആണെങ്കിലും ലിപ്പിഡ്സ് എല്ലാം മൂവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ മൊസൈക്ക് മോളിക്യൂൾസ് ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് സെമി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പേര് വരാൻ കാരണം. Then it exists in as liquid crystalline state. നമ്മൾ പറഞ്ഞു ഒരു സെമി ഫ്ലൂയിഡ് സ്ട്രക്ചർ, അതുകൊണ്ട് തന്നെ ലിക്വിഡ് ആണ്, അതുപോലെ ക്രിസ്റ്റലൈൻ സോളിഡ് അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് മോളിക്യൂൾസ് ഫ്രീലി മൂവ് അബൌട്ട് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഈ ഒരു മോഡലുള്ള പ്രോട്ടീൻസിനാണെങ്കിലും ലിപ്പിഡ്സിനാണെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്തിട്ട് and they can interact with each other. So according to this fluid mosaic theory, a biomembrane has mostly a laminar or lamellar organization. ഒരു പ്ലേറ്റ് ലൈക്ക് അല്ലെങ്കിൽ ലാമെല്ലാർ ഓർഗനൈസേഷൻ ആണ് ഇവർക്കുള്ളത്. ഇറ്റ് ഈസ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ആൻഡ് ബാക്ക് ടു ബാക്ക് ഇൻ 2 parallel layers forming a lipid bilayer. സോ ഇവിടാണ് നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫ്ലൂയിഡ് മൊസൈക് തിയറി ഇതാണ് നമ്മളുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഞാൻ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ്സ് പ്രസൻ്റ് ആണ്, പ്രോട്ടീൻസ് പ്രസൻ്റ് ആണ്, ദെൻ കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് കണ്ടോ, അതായത് കാർബോഹൈഡ്രേറ്റ് ഒരു പ്രോട്ടീൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന പേര് വന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് പ്രസൻ്റ് ആണ്. ദെൻ കൊളസ്ട്രോൾ മോളിക്യൂൾസിനെ അവിടെ കാണാൻ പറ്റും. കൊളസ്ട്രോളും പ്രസൻ്റ് ആണ്. ദെൻ അക്കോർഡിംഗ് ടു ദിസ് തിയറി ഇറ്റ്സ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ആൻഡ് ബാക്ക് ടു ബാക്ക് ഇൻ 2 parallel layers forming a lipid bilayer, and this bilayer forms the structural framework of the membrane. സോ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ മോളിക്യൂൾസ് അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ട് 2 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് 2 ലിപ്പിഡ് ബൈലെയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഒരു ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫോസ്ഫോലിപ്പിഡ്സിന് ഒരു നീല കളറിലൊരു ഹെഡും കാണാൻ പറ്റും ആൻഡ് ഒരു യെല്ലോ കളറിലായിട്ടുള്ള ടെയിലും കാണാൻ പറ്റും. ഈ നീല കളറിലുള്ള ഹെഡാണ് അവയുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, വാട്ടർ ലവിങ് ആണ്, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. സോ നമുക്കറിയാം ഒരു സെൽ മെംബ്രെയിനെ സംബന്ധിച്ച് പ്ലാസ്മ മെംബ്രെയിനെ സംബന്ധിച്ച് അവരുടെ പുറത്ത് സെല്ലിൻ്റെ പുറത്തും വെള്ളമാണ്, സെല്ലിൻ്റെ ഉള്ളിലും വാട്ടറാണ്. സോ ഈ ബൈലെയർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ അവരുടെ ഹെഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 2 ലെയറിലും പുറത്തോട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തത്. കാരണം എന്താ? സെല്ലിൻ്റെ 2 ഭാഗത്തും വെള്ളമാണ്. സോ ആ ഒരു ഹൈഡ്രോഫിലിക് നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെഡ് ഗ്രൂപ്പ് പുറത്തോട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഗ്ലിസറോളുമായി ഒരു ഫാറ്റി ആസിഡുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. ഈ ഫാറ്റി ആസിഡാണ് യെല്ലോ കളറിലുള്ളത്. ഈ ഫാറ്റി ആസിഡ് അതായത് ഈ ലിപ്പിഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് നേച്ചറാണ്, അതായത് വാട്ടർ ഹേറ്റിംഗ് ആണ്. അവർക്ക് വെള്ളം പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിലും പുറമേയും വെള്ളമുണ്ട്. സോ ഇവരെ ഈ ഒരു മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാറ്റി ആസിഡ്സിനെ. ഓക്കെ, അവർ സെല്ലിൻ്റെ ദ ടെയിൽസ് ആർ ഹൈഡ്രോഫോബിക് ആൻഡ് ഹേറ്റ് വാട്ടർ.
ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ രണ്ട് ലെയറിലും അവയുടെ ഫാറ്റി ആസിഡിനെ ഉള്ളോട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോസ്ഫോലിപ്പിഡ് ക്രിയേറ്റ് 2 layers ടു മേക്ക് സെൽ ദി ഡബിൾ മെംബ്രെയിൻ. ഇനി ഈ രണ്ട് ലെയേഴ്സും തമ്മിലൊരു കണക്ഷൻ വേണ്ട, ഇല്ലെങ്കിൽ അവരിങ്ങ് വിട്ടുപോവില്ലേ. സോ ഈ രണ്ട് ഫോസ്ഫോലിപ്പിഡ് ബൈലെയേഴ്സ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് നിങ്ങളിവിടെ കാണും അവയുടെ ഫാറ്റി ആസിഡ്സ് അടുത്തടുത്താണ് വരുന്നതെന്ന്. ഈ രണ്ട് ലെയറിലെ ഫാറ്റി ആസിഡ്സ് തമ്മിൽ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഈ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ വഴിയാണ് ഈ ബൈ ലെയർ പൊട്ടിപ്പോവാതെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവയുടെ ഒരു സ്ട്രക്ചർ. Then the phospholipid molecules of one row remain linked with those of the other row with their fatty acid tail through hydrophobic interaction. With their heads they remain linked with the water molecule. The lipid bilayer is essentially a film of oil and it makes the membrane semi-fluid. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ആ സെമി ഫ്ലൂയിഡ് സ്ട്രക്ചർ കിട്ടിയതെന്ന്? നമ്മൾ പറഞ്ഞു ഈ ഒരു ഹെഡ് ഗ്രൂപ്പാണ് പോസിറ്റീവ്, അവരെ പുറത്തോട്ട് വെച്ചു. ഉള്ളിലുള്ളതാണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു. ഈ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിലിം ഓഫ് ഓയിൽ, ഫാറ്റി ആസിഡ്സ്, ആൻഡ് ഇറ്റ് മേക്സ് ദി മെംബ്രെയിൻ സെമി ഫ്ലൂയിഡ്. ആ സെമി ഫ്ലൂയിഡ് നേച്ചർ കിട്ടാൻ കാരണം അതാണ്. The phospholipid molecules of each layer can move about laterally, but they cannot move about vertically and cross over to the other layer. So നിങ്ങൾ ഇവിടെ നോക്കിയാൽ രണ്ട് ലെയേഴ്സ് കാണാം. ഓരോ ലെയേഴ്സിലുള്ള ഫോസ്ഫോലിപ്പിഡിനും ലാറ്ററൽ ആയിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലെയറിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലെയറിന് അടുത്ത ലെയറിലോട്ടേക്ക്, അതായത് ലെയർ ക്രോസ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, cholesterol remain tightly bound with the phospholipid. This increases the stability and permeability of the membrane and controls some functional properties. നമ്മൾ ആ ആദ്യത്തെ പിക്ചറിൽ കൊളസ്ട്രോൾ പ്രസൻ്റ് ആണെന്ന് കണ്ടു. ഈ കൊളസ്ട്രോൾ ടൈറ്റായിട്ട് ഫോസ്ഫോലിപ്പിഡ്സുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ഗിവ്സ് സ്റ്റെബിലിറ്റി ടു ദി മെംബ്രെയിൻ. ഇനി അടുത്തത് പ്രോട്ടീൻസ് ആണ്. They are scattered and discontinuous. They remain partially or completely inside or outside the lipid bilayer. നമ്മൾ പ്രോട്ടീൻസും കണ്ടു, അവരൊന്നെങ്കിലും ഉള്ളിലായിരിക്കും, സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ചിലത് മെംബ്രെയിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക, ആൻഡ് സം ആർ ഇൻസൈഡ് ദി മെംബ്രെയിൻ ആൻഡ് സം ആർ ത്രൂ ഔട്ട് ദി മെംബ്രെയിൻ. സോ അവരുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെരിഫറൽ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ ഇൻ്റഗ്രൽ ഓർ ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. സോ പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ദോസ് പ്രോട്ടീൻ മോളിക്യൂൾസ് വിച്ച് ആർ എൻറ്റയർലി ഔട്ട്സൈഡ് ദി ലിപ്പിഡ് ബൈലെയർ ആർ കോൾഡ് പെരിഫറൽ ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. അതായത് നിങ്ങൾക്ക് ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിലുള്ള പിക്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊളസ്ട്രോൾ പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. ദെൻ പ്രോട്ടീൻസിൻ്റെ മേലെ കാർബോഹൈഡ്രേറ്റ്സും പ്രസൻ്റ് ആണ്. ഇതിൽ ചില പ്രോട്ടീൻസ് മെംബ്രെയിൻ്റെ ഔട്ട്സൈഡാണ് കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആൻഡ് those which lie partially or completely inside the lipid bilayer are called integral or intrinsic protein. സോ നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലത് പാർഷ്യലായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി, ഇതിൽ പാർഷ്യലായിട്ടാണ് നമ്മളുടെ മെംബ്രെയിൻ്റെ ഉള്ളിലോട്ടാണ് കിടക്കുന്നത്. ഇതിനെയാണ് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആൻഡ് സം ഇൻട്രിൻസിക് പ്രോട്ടീൻ സ്പാൻസ് ദി entire lipid bilayer. They are called transmembrane proteins. അതായത് ചില ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആ ഒരു മെംബ്രെയിൻ ത്രൂ ഔട്ട് ഉണ്ട്, അവർ സ്പാൻ ചെയ്ത് കിടക്കുന്നുണ്ട്. ആ മെംബ്രെയിൻ നോക്കിയാൽ അത് മൊത്തമുണ്ട്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്.
സോ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഉണ്ട്, ഇൻട്രിൻസിക് പ്രോട്ടീൻസും ഉണ്ട്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസും ഉണ്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അവർ ഹൈഡ്രോഫിലിക്, അതായത് സെല്ലിൻ്റെ പുറത്തോട്ടുള്ളതാണ്, ഹൈഡ്രോഫിലിക് ഏരിയയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഇനി ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആണെങ്കിലും അവർ പാർഷ്യലി ആണ് ഇൻട്രിൻസിക്, കുറച്ച് പുറത്തോട്ടേക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ ഒരു പുറത്തോട്ടുള്ള ആ പോർഷൻ ഇൻട്രിൻസിക് പ്രോട്ടീൻ്റെത് അവരും ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഓക്കെ, extrinsic proteins are hydrophilic and intrinsic proteins are amphipathic. The portion of the intrinsic protein remaining outside the lipid bilayer is hydrophilic and the portion which reside inside the lipid bilayer is hydrophobic. ഇവയുടെ കേസിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ്റെ പുറത്തോട്ടുള്ള പോർഷൻ ഹൈഡ്രോഫിലിക്കുമായിരിക്കും, ഉള്ളിലോട്ടുള്ള പോർഷൻ ഹൈഡ്രോഫോബിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ആംഫിപത്തിക് ആയിരിക്കും. Okay, oligosaccharides are seen associated with lipoprotein complex. കാർബോഹൈഡ്രേറ്റ്സും ചില പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. They are present on the outer surface of the membrane linked with the proteins and lipids, often forming surface coat. നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ അവർ നമ്മളുടെ മെംബ്രെയിൻ്റെ, കാർബോഹൈഡ്രേറ്റ്സ് മെംബ്രെയിൻ്റെ പുറത്തായിട്ട്, ഔട്ട്സൈഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അവരെന്തെങ്കിലും പ്രോട്ടീൻസുമായിട്ടോ ലിപ്പിഡ്സോ ആയിട്ടോ ലിങ്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ കോട്ട്, ഒരു ഔട്ടർ കോട്ട്, സർഫസ് കോട്ട് പോലെ. ഇനി നമ്മൾ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദേ സെർവ് ആസ് എ സെലക്റ്റീവ് ഗേറ്റ് വേ ആൻഡ് റെഗുലേറ്റ്സ് ദി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് മെറ്റീരിയൽ. ആ ഒരു സെല്ലിൻ്റെ ഒരു ഗേറ്റ് പോലെയാണ്. അവർ അകത്തോട്ടും പുറത്തോട്ടേക്കുമുള്ള ട്രാൻസ്പോർട്ട് റെഗുലേറ്റ് ചെയ്യുന്ന. ദെൻ മെയിൻറ്റെയിൻ ദി ഓസ്മോട്ടിക് ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻട്രാ സെല്ലുലാർ സൈറ്റോപ്ലാസം ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. സോ നമ്മളുടെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസും അതിൻ്റെ പുറത്ത് ഔട്ട്സൈഡ് ദി സെല്ലും അവയുടെ ആ ഒരു ഓസ്മോട്ടിക് ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് ഈ മെംബ്രെയിനാണ്. Then maintain the ionic equilibrium between cytoplasm and the surrounding medium. Then it takes in useful substance by endocytosis and active and passive mechanism and give out the wastes and cell products by exocytosis. നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ അകത്തോട്ടേക്കും പുറത്തോട്ടേക്കുമുള്ള ട്രാൻസ്പോർട്ട് ഇവർ വഴിയാണ് നടക്കുന്നത്. ഇപ്പം സെല്ലിനൊരു കാര്യം, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ അതിന് ഒന്നെങ്കിൽ എൻഡോസൈറ്റോസിസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഓർ പാസീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴി ഉള്ളോട്ടേക്ക് എടുക്കുന്നതായിരിക്കും. ആൻഡ് ഉള്ളിലുള്ള വേസ്റ്റസിനൊക്കെ പുറത്തോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ബൈ എക്സോസൈറ്റോസിസ്. ദെൻ റെക്കഗ്നിഷൻ ഓഫ് ഫോറിൻ സെൽസ്. ഫോറിൻ സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യും ഈ പ്ലാസ്മ മെംബ്രെയിൻ. വേണ്ട സാധനങ്ങൾ മാത്രമേ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളോട്ട് കടത്തിവിടാറുള്ളൂ. സോ ഇത്രയ്ക്കുമാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് വരുന്നത്.